അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെയാണ് ഇത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്നങ്ങ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂണ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു ചെറിയ സവാളയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത്, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതറിയാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊന്നങ്ങ് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് ഓരോ മുട്ടയും 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ അടച്ച് വെക്കാനായിട്ട്. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്നും ആവി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ കുക്കറിനകത്ത് നിന്ന് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്നങ്ങ് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല കലത്തപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്